പ്രിയമുള്ള സഹോദരിമാരോട്, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പിണങ്ങി വീട്ടിലേക്ക് വന്നു നിൽക്കുന്ന പൊന്നുമോളോട് പാപ്പാ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ അള്ളാന്റെ റസൂൽ ഒരു ഉപദേശം പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നിനക്ക് പറഞ്ഞു തരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിക്കുകയാണ്. അള്ളാന്റെ റസൂല് വിശേഷം ചോദിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, മായബികിയാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ നേരെ അതാ രണ്ട് കയ്യും ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് പറയുന്നു, വാപ്പാ ഈ കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ. ആരോടാ പറയുന്നത്? ലോകത്ത് ഒരു ഉപ്പയും ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കുകയുമില്ല. കാരണം എന്റെ കരളിന്റെ കഷ്ടമാണെന്നാ റസൂലുള്ള പറഞ്ഞത്. ആ പൊന്നുമോള് രഥാ കൈപൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന കൈയെടുത്ത് കാണിച്ചിട്ട് പരാതി പറഞ്ഞപ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? പാതിരാത്രി വേദ കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങളെ, നിന്റെ ഭർത്താവ് ഒരു കിലോ അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോറ് വെക്കാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. ആ സമയത്ത് കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ ഇതെന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിയിട്ട് അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ടുവച്ചാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയുവോ? ഒരു അരിമണിക്ക് പകരം, ഒരു ചോറിന് പകരം അള്ളാഹു നിന്റെ 10 നന്മ അള്ളാഹു നിനക്ക് എഴുതുകയാ. മലക്കുകൾ 10 നന്മ നിനക്ക് എഴുതുകയാണ്. 10 തിന്മകൾ അള്ളാഹുവേ മായിച്ചു കളയുകയാ. ഒരു മണിച്ചോറിന്റെ പ്രതിഫലമാണ്, ഒരു അരിയുടെ പ്രതിഫലമാണ്. 10 നന്മകൾ അല്ലാഹുവേ മലക്കുകൾ നിനക്ക് എഴുതുകയാ. 10 പാപങ്ങള് അല്ലാഹുവേ പുറത്തു തരികയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ള പെങ്ങന്മാര്, പടച്ചവനെ എമ്മയ്ക്കും ഡിഗ്രിക്കുമൊക്കെ പഠിച്ച പെണ്ണുങ്ങള്, അടുക്കളയിൽ കിടന്ന് എന്റെ ജീവിതം തുലഞ്ഞെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഈ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്നാട് എന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അടുക്കളയിലെ നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉരുകുമല്ലോ. നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമല്ലോ. തുടക്കല്ലേ പെണ്ണ്, തുടക്കല്ലേ പെണ്ണ്. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ ഒരു തുള്ളി വിയർപ്പ് താഴെ വീടാ നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയില് മലക്കുകൾ 7 കിടങ്ങ് കുഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ തീ നിന്നെ തൊടൂല പെങ്ങള്. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചവരുണ്ടല്ലോ. ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ചുമ്മാ അതല്ലല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ
ഓരോ രോമത്തിനും അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ. നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. മക്കളെയും ചുമന്നുകൊണ്ട് വയലിന്റെ സദസ്സിൽ വന്ന ഉമ്മ നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിലും സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്, റസൂലുള്ള പറയുകയാണ് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. തന്റെ കുഞ്ഞിന് ആരോഗ്യം കളഞ്ഞിട്ട് പാല് കൊടുക്കുന്ന പെങ്ങള് ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ വസ്ത്രം കഴുകാൻ എന്റെ പെണ്ണിന് മടിയാ. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ എനിക്ക് ലക്ഷങ്ങൾ എന്തെന്ന് കെട്ടിച്ചു വിട്ടത്, അതിന് വേണമെങ്കിൽ മറ്റുള്ളവളെ നോക്കണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്ന ഒരു ജോഡി വസ്ത്രം, ഒരു ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് ഇത് വല്ല അറിയോ? നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ പ്രതിഫലം കിട്ടൂ? ഈ തുണി കഴിവുന്ന പ്രതിഫലം നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുമോ? കിട്ടൂല. ഇൻഷാ അല്ലാഹ് ഒന്നും പറയണ്ട, കിട്ടൂല. കാരണം ഓള് കഴിവുന്നില്ലല്ലോ, വാഷിംഗ് മെഷീൻ അല്ലേ കഴിവുന്നേ. ഓക്കെന്ത് പ്രതിഫലം? സുജിട്ടതിന്റെ പ്രതിഫലം കിട്ടുമായിരിക്കില്ലേ? വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്നവർക്ക് എന്തോ പ്രതിഫലം? ഉണക്കി കൈ കിട്ടുക, അവർക്ക് എന്തോ പ്രതിഫലം? പാരി ഇടാ, കുറച്ച് പൊടി ഇടാ, അത്ര തന്നെ. ഇതൊക്കെ ഈ കല്ലിലിട്ട് കഴിവുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വേറെ പെണ്ണ് നോക്കാനൊന്നും അല്ല, പൊക്കിക്കോ ധൈര്യമായിട്ട്. ഓക്കെയോ? ഭർത്താവിന്റെ തലയിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ നിങ്ങളുടെ ഭാര്യ എണ്ണ തേച്ച് തരുന്നുണ്ട്? ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാന്ന് പൊക്കിക്കേ. തേക്കും. അപ്പുറത്തിരുന്ന് പറയാ, ഇങ്ങനെ അങ്ങേരുടെ കഷണ്ടി തേക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ, ഒന്നും കൂടെ കെട്ടാൻ നടക്കുക അല്ലേ? ഇനി എണ്ണ തേക്കാത്തതിന്റെ കുറവ്. തേക്കണം പെണ്ണെ. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി മാത്രമല്ല ഭർത്താവ്, മരിക്കുന്നതിന്റെ അന്നും നിന്റെ ഭർത്താവ് തന്നെയാണ്. 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നിനക്ക് ആ മനുഷ്യനോടുള്ള അതേ സ്നേഹം 50ാമത്തെ വയസ്സിൽ ഉണ്ടാകണമെങ്കിലേ നീ രക്ഷപ്പെടൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ മരണവേദന അല്ലാഹു കുറച്ച് തരും. നിന്റെ മരണവേദന ഉണ്ടല്ലോ, ആ വേദന അല്ലാഹു നിനക്ക് കുറച്ചു തരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം ഭാര്യ. എന്ത് വെട്ടിക്കൊടുക്കണം? ഭർത്താവിന്റെ മീശ. നീ ബംഗാളിയുടെ അടുത്തല്ലേ കൊണ്ടു കൊടുക്കണേ, എന്ത് വെട്ടാനില്ലേ? ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. ഈ പണ്ട് ഇപ്പോഴില്ലേ ബാർബർ ഷോപ്പൊക്കെ, പഴയ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പണ്ട്, ഇത് 10-20 കൊല്ലം മുമ്പ് ചിന്തിക്ക്. വെള്ളിയാഴ്ച 10 മണി 9 മണി ആകുമ്പോഴേ ഇരുന്ന് കൊടുക്കും. ഉമ്മയാ ഷേവ് ചെയ്ത് കൊടുക്കണേ, ഉമ്മയാ വീശ വെട്ടിക്കൊടുക്കണേ. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണെ, നിനക്ക് സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയ വെട്ടിക്കൊട്. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിന് കിടക്കാൻ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്ത ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? രാത്രി ഭർത്താവ് കിടന്നുറങ്ങാൻ വരുമ്പോൾ കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ് വിരിച്ചു കൊടുക്കുന്ന പെണ്ണിന് സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുവല്ല നമ്മുടെ ഭാര്യമാർക്കറിയോ? ഓക്കിങ്ങനെ ഗുണഗുണാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാനേ അറിയോ?
എന്തിനും പരാതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ജീവിതം. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-ാമത്തെ പെണ്ണ്, അടിയുണ്ടാക്കില്ലെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ. അങ്ങാര് വന്നിട്ട് 2 തട്ടിലാക്കിയെന്ന് പറയരുത്. 1 നേരെ ഇരുന്ന എല്ലാവരും 1. ഇതിലിപ്പോ പെണ്ണുങ്ങൾ നേരെ ഇരി മനുഷ്യന്മാരെ, എല്ലാവരും നേരെ ഇരി. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-ാമത്തെ ഭാര്യ, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന 1-ാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ? നല്ല നടിയാ, രോഗം നടിക്കുന്നവളാ. ഭർത്താവ് 1 ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണ്. എന്തു പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, ഒരു രോഗവുമില്ല എന്നിട്ടും രോഗം നടിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ എണ്ണിക്കോ, ഈ സ്വഭാവം നിങ്ങളുടെ ഭാര്യ കൊണ്ടോന്ന് മാത്രം കരുതിയാൽ മതി. ഉണ്ടെങ്കിൽ തിരുത്തുക. 2, ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോ പറയും, 30 പവനും 40 സെന്റും ആയിട്ടാ ഞാൻ വന്നത്, വെറുതെ ഒന്നുമല്ല. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ കിടന്നതൊക്കെയാ ഞാൻ ഊരിത്തന്നത്, ഓസിനല്ല ഊരിത്തന്നത്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും കിടന്നപ്പോ മൂത്രവും കാഷ്ടവും വാരി മരിക്കുവോളം നോക്കിയത് ഞാനാ, അറക്കരുത് എന്നിങ്ങനെ എടുത്തു പറയുന്നവൾ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ പെങ്ങന്മാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരി ചിരിക്കുന്ന ഇന്ന് കാണിച്ചു കൊടുക്കുക ഉസ്താദെ, ഓളെന്ന് കേട്ടോ. 3 ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരിക്കുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് ഐഷായും ഭർത്താവും കൂടെ ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. ആ സമയത്ത് ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം. കണ്ടോ അവന്റെ ബോഡി കണ്ടോ, ഓ മനുഷ്യ കണ്ടോ, സൗന്ദര്യം കണ്ടോ. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കൊള്ളൂല, ഓനാണ്. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ അതും കേട്ടിട്ടിരുന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, 3-ാമത്തെ പെണ്ണവളാ. 4, അവൾക്ക് വീട് നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, ഭക്ഷണം വെക്കാൻ സമയമില്ല. അവക്ക് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കണം. എപ്പോഴും ഒരുങ്ങുന്ന പെണ്ണ്, അല്ലാഹുവേ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന പെണ്ണ്, അവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നള്ളത്തിന് നിൽക്കണ ആനയെ പോലെ എപ്പോഴും ഇങ്ങനെ നിൽക്കണം, പട്ടവൊക്കെ കെട്ടി ഒരുങ്ങണം. പെണ്ണ് ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിൽ തന്നെ. പക്ഷെ എപ്പോഴും അതാണെങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ടിപ് ടോപ്പിൽ നിൽക്കുന്ന ഭാര്യ, അല്ലാഹു നമ്മുടെ പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ. 5-ാമത്തെ ഭാര്യ, ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട. പാവപ്പെട്ടവൻ അധ്വാനിച്ചതെല്ലാം കൂടെ കൊണ്ട് ലുലു സെന്ററിൽ പോയി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു മാക്സി കിടക്കുന്നത്. അപ്പോഴും പറയും എനിക്ക് അതും വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നവൾ. കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ, അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. 6-ാമത്തെ ഭാര്യ, ഭർത്താവ് ശാരീരിക ബന്ധത്തിന് വേണ്ടി വിളിച്ച അവൾ പറയും ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് രോഗവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഭിനയം നിർത്തുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അഭിനയം നിർത്തണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 1-ാമതായി പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ.
പടച്ചവനെ നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നന്മയുള്ള വീടാകണോ, സ്വർഗം പറഞ്ഞ വീടാകണോ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാവണോ. 2, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫികീൻ. പടച്ചവരെ, ഖുർആൻ പറഞ്ഞ വീടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചറപ്പിനെ പേടിയുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടാകണം. അല്ലാഹുവിനെ പേടിയാണ് ഭർത്താവിനും, അല്ലാഹുവിനെ പേടിയാ ഭാര്യയ്ക്കും, അല്ലാഹുവിനെ പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ പേടിയുള്ള ഏത് ഭർത്താവായി സദസ്സിലുള്ളത്? ഏത് പെണ്ണിനാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? പടച്ചവനെ, പടച്ചറപ്പിനെ കുറിച്ച് നമുക്കും ഓർമ്മയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. പടച്ചറപ്പ് കാണുന്നു എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. എത്ര വഅദ് കേട്ടാൽ അല്ലാഹുവേ, നരകമല്ല, ഖബറല്ല, പരലോകമല്ല, മഹ്ശറയല്ല, സിറാത്തല്ല, മീസാനല്ല, പടച്ചവനെ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ മാറിപ്പോകുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പടച്ചവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അഭിനയമാണല്ലോ. പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്ത ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. പടച്ചറപ്പേ, ഇന്ന് തലമറയ്ക്കുന്ന എത്ര പെണ്ണുങ്ങളാ ഉള്ളത്. ഈ വഅലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. രക്ഷപ്പെടുമോ മോളെ, രക്ഷപ്പെടുമോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബീവി മണിയറക്കകത്തേക്ക് കടന്നു. വീടിനകത്ത് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാർ തങ്ങൾ പെട്ടെന്ന് അണച്ചു കളയുകയാ. വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാ. അന്ന് ഫാത്തിമയുടെ ആദിരാത്രിയാ. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, അലിയേ, ഇന്ന് ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുകയാണല്ലോ. ഇന്ന് മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിയുടെ മുകളിലും ഒരാള് 6 അടി മണ്ണിനടിയില്. നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമുണ്ടല്ലോ. അലിയേ,
എന്നെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ, അന്നതിനകത്ത് വല്ലാത്ത ഇരുളാടല്ലോ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പടച്ചുറപ്പേ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ മണിയറയാക്കണ്ടതിതല്ല, മണിയറയാക്കണ്ടതിതല്ല അലിയേ, മണിയറയാക്കണ്ടത് മണ്ണറയാ, അതിനകത്താണ് രക്ഷപ്പെടേണ്ടത്. എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, അവിടെയാ രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് നിസ്കരിക്കാ, ഖുർആൻ ഓതാ, നമ്മുടെ ഖബറിന്റെ രാത്രി നമുക്ക് മണിയറയാക്കാൻ ഇന്ന് പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുതുമണവാട്ടിയായ ഫാത്തിമ ബീവി പറയുകയോ, അലിയേ 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? കാലിന്റെ ഭാഗത്ത് പടച്ചറപ്പ് സ്വർഗം കാണിച്ചു തരണ്ട്, സുഗന്ധമടിച്ച് വീശുന്ന കബറാക്കുണ്ട്, കണ്ണെത്താ ദൂരത്തിലേക്ക് കബറ് വിശാലമാകുണ്ട്. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബറ് കെട്ടിപ്പിടിക്കണ്ട അലിയേ. അതുകൊണ്ട് ഇന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച ഭാര്യ, തലമറയ്ക്കാ മടിക്കുന്ന പെണ്ണ്, പ്രായമായിട്ട് പോലും തലമറയ്ക്കാ മടിക്കുന്ന ഉമ്മ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അവിടെന്ന് പറയുന്നു, അലിയേ ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടെന്ന് ചോദിച്ചു, കാരണമെന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയാര് തങ്ങളെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല. എന്നെ പകലാട് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവകാടുമല്ലോ. വെള്ളത്തുടിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവരെന്റെ ശരീരത്തിന്റെ വടിവ കാണരുതെന്ന് ആഗ്രഹിച്ച ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്തു പറ്റി പൊന്നുമോള്, നിനക്കെന്തേ പറ്റിപ്പോയത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദുണ്ടല്ലോ. അല്ലാഹുവേ, വഅദില്ലാത്ത മൊബൈലില്ലല്ലോ. 1 മിനിറ്റെങ്കിലുമുള്ള ഒരു വഅദ് ഏത് മൊബൈലിലും കാണുമല്ലോ. എന്തേ വഅദ് മാത്രം കേട്ടാ മതിയോ? കേൾക്കുന്നത് ജീവിതത്തിൽ എന്തേ മാറ്റം വരാത്തത്? ഖുർആൻ ഓതുന്നവരല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ ഈ മുഹറമിന്റെ 1ാമത്തെ രാത്രിയില് പുതുവർഷ പുലരിയിൽ കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാൻ എന്റെ കയ്യിലുള്ളത് എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ സഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു ചെറിയ സൂറത്ത് 6 വരിയേ ഉള്ളൂ, 6 വരിയേ ഉള്ളൂ. ഈ സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയട്. കരച്ചല് വരുന്നില്ലെങ്കിൽ ഫൈലം തബുഖു ഫതബാഖു, ഒന്ന് അഭിനയിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായം ഓതുമ്പോ കരയാതെ ഓതല്ലേ, കണ്ണ് നിറയാതെ ഓതല്ലേ. നിനക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സൂറത്ത്
ഓതി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പെങ്ങളോട് ഖുർആനിന്റെ എത്രയെത്ര ആയത്തറിയാ പൊന്നുമോള്, അർത്ഥമറിയില്ലെന്ന് പറയാൻ കഴിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഇതിനകത്ത് മരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഇപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവര്, ഇന്നലെ ഇവിടെ പ്രഭാഷണം കേൾക്കാമെന്നു ഇന്ന് വരാൻ തയ്യാറായിരുന്ന പടച്ചവനെ ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഇന്നലെ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ഇന്നലെ വഅദ് കേൾക്കാൻ നിങ്ങളുടെ ഇടയിലിരുന്ന ഉമ്മ, സമീർ ദാരിമി വഅദ് പറയുമ്പോ കേട്ട ഉമ്മ, ഇന്ന് വഅദിന് വരാ തയ്യാറെടുത്ത ഉമ്മയാ. പക്ഷേ പോയല്ലോ, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയെന്ന് പറയുമ്പോ അല്ലാഹുവേ ആ ഉമ്മാന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പെങ്ങളെ, നാളെ സിൻസാറുൽ ഹഖ് വഅദ് പറയുമ്പോ നീ ഉണ്ടാകുമോ മോള്? ഈ സദസ്സിൽ നീ ഉണ്ടാകുമോ മോള്? എന്തേ ചിന്തിക്കാത്തതെന്ത്? നിനക്ക് സീരിയലിന്റെ നടിമാരി മതിയല്ലോ, ചന്ദനമഴയും പരസ്പരവും ശ്രീധനവും കറുത്തമുത്തം കണ്ട് കരയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഏറ്റവും വലിയ ദുഃഖമെന്തെന്നറിയുവോ? പ്രായമുള്ള ഉമ്മമാര് അവര് നരകത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് പറഞ്ഞോ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത അവരുടെ ഹൃദയത്തിൽ ഇറങ്ങാറില്ല. പക്ഷേ മഗ്‌രിബ് കഴിഞ്ഞ് സീരിയലിന്റെ പെണ്ണൊന്ന് കരയുമ്പോ, സീരിയലിലെ നടിയുടെ കണ്ണൊന്ന് നിറയുന്ന ഉമ്മ, കരയുന്ന ഉമ്മ, നിനക്ക് പഠിക്കാൻ ഒരു നടിയെ പറഞ്ഞു തരട്ടെ, നിനക്ക് പിൻപറ്റാൻ ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർക്ക് പഠിക്കാ പറഞ്ഞു തരോ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പടച്ചവനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ചെറുപ്പക്കാരനോ. അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ സ്വർഗത്തിലെ എന്റെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുവോ അല്ലാ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ച റബ്ബിനോട് ചോദിക്കുകയാ, സ്വർഗത്തിലെ കുറിച്ച് കേൾക്കുമ്പോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ കുറിച്ച് വായിക്കുമ്പോ, അന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് കാണണം പടച്ചവര്, എനിക്ക് കാണണം പടച്ചവര്, എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്യുകയോ. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി കിടന്നുറങ്ങുമ്പോ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യരെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അതാ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ പറഞ്ഞു കൊടുക്കുകയാ. ആരെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. ആരെന്നറിയുവോ? മൈമൂനത്തുൽ മിസ്രിയ ആരെന്നറിയുവോ? പഠിക്കണം പെങ്ങള്, അവരുടെ ചരിത്രമാണ് വായിക്കേണ്ടത്, അവരെയാണ് പിൻപറ്റേണ്ടത്. ആരാ മൈമൂനത്തുൽ മിസ്രിയ? ആരാ? റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയോ. അല്ലാഹു കാണിച്ചു തന്ന സ്വർഗത്തിലെ മണവാട്ടിയെ കാണാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്ന് കാണാൻ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, വല്ലാത്ത പണ്ഡിതനോ, ഒരുപാട് അറിവുള്ള മനുഷ്യനോ. പടച്ചവനെ, മിസ്റിലേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഓടിക്കൂടുകയാണ്. എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ഇവിടെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് അവളെയൊന്ന് കാണണം, എനിക്ക് അവളെയൊന്ന് കാണണം. നാട്ടുകാര് മുഴുവനും നാട് മുഴുവനും തിരയുകയാണ്. ആരാട് ഈ മഹാൻ അന്വേഷിക്കുന്ന മൈമൂന? ആരാ? പടച്ചവനെ, എല്ലാവരും തിരഞ്ഞു നടന്നു. അവസാനമുണ്ടല്ലോ,
വൈകുന്നേര സമയമായപ്പോ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യരോട് നാട്ടുകാര് വന്നിട്ട് പറയുന്നു, മഹാനവറുകള്, ഈ നാട്ടില് 3 മൈമൂനമാരുണ്ട്. അവരാരും അന്വേഷിക്കുന്നവരല്ല, അന്വേഷിക്കാൻ അവർക്ക് യാതൊരു അർഹതയുമില്ല. അവളൊരു മോശമായ രീതിയിൽ ജീവിക്കുന്നവരാ. അങ്ങനെ ഒരു പെണ്ണീ നാട്ടിലില്ലെന്ന് നാട്ടുകാര് പറയുമ്പോ റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, അല്ല, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്നു, മഹാനവറുകള്, ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട്, ഒരു ഭ്രാന്തിയായ മൈമൂനയുണ്ട്. അതാ പകല് മുഴുവനും പർവ്വതത്തിന്റെ മുകളിലോ പാതിരാത്രി എത്തിക്കഴിഞ്ഞ അവള് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ, ഇതിലൂടെ പാട്ടുപാടി നടക്കുന്നവളാ. റബീഅത്ത് ഇബ്നു അസ്ം അങ്ങോട്ട് കേൾക്കുമ്പോ അവിടുന്ന് മനസ്സിലായി, ആ മൈമൂന തന്നെയാ എന്റെ ഭാര്യ, എനിക്ക് അവരെയൊന്ന് കാണണം. അതാ മലയുടെ മുകളിലേക്ക് നടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യരെ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മൈമൂന നിസ്കാരത്തിലാ. അവിടെ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയോട്, തന്റെ സ്വർഗത്തിലെ ഭാര്യയോട് അതാ അവിടുന്ന് പേര് പിടിച്ച് സലാം പറയുമ്പോ, അവിടുന്ന് പേര് വിളിച്ചിട്ട് സലാം പറയുമ്പോ, വഅലൈക്കുമുസ്സലാം റബിയ. ആ ഭാര്യടാ പേര് വിളിച്ച് സലാമടക്കുകയാ. ഞാനാണ്, എന്റെ പേര് റബിയാണെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മൈമൂന പറയുകയാ, പടച്ചറപ്പനിക്ക് കാണിച്ചു തന്നു. പടച്ചവരെ വിവാഹം കഴിക്കാറ് സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്ന ഭർത്താവിനോട് മൈമൂന എന്ന പെണ്ണ് പറഞ്ഞ്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുവോ, അല്ലാഹുവിന്റെ ഖുർആനും ഓതിത്തരുവോ? കേൾക്കാനുള്ള കൊതി കൊണ്ടാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങോട്ട് ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആൻ തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാ. ഭർത്താവ് ഓതിക്കൊടുക്കുന്നു, ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. അവസാനം ഓതി റബ്ബേ ഇന്നലദൈനാ അൻകാനം വജഹീമാ. ഈ ആയത്തങ്ങോട്ട് ഓതുമ്പോ പടച്ചവരെ മൈമൂനയുടെ കണ്ണ് നിറയുകയാ, കൈകാല് വിറയ്ക്കുകയാ, ശരീരം മുഴുവനും വിയർക്കുകയാണ്. ഒന്നുകൂടെ ഓതുവോ, ഒന്നുകൂടെ ഓതുവോ. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ. തന്റെ സ്വർഗത്തിലെ ഭർത്താവ് ഓതിത്തീരേണ്ട താമസമുണ്ടല്ലോ. മൈമൂന ബോധം കെട്ട് വീഴുകയാ. നരകത്തിന്റെ ചങ്ങലകള് നാളെ നരകവാസികളെ വലിച്ചടച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് റബ്ബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന ആയത്തങ്ങോട്ട് കേൾക്കുമ്പോ മൈമൂന വീഴുകയാ. പിന്നെ എഴുന്നേറ്റില്ല പെങ്ങള്. പിന്നെ കൊണ്ടുപോയത് ആരുടെ മണ്ണിനകത്തേക്കാ. എന്തേ നിനക്കത് തോന്നാത്തത്? എന്തേ നിനക്കത് തോന്നാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
നാളെ പടച്ചവന്റെ സ്വർഗത്തില് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വീട്ടിനകത്ത് ജീവിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തില് ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നിനക്ക് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടോ? ഖുർആൻ പറയുകയാണ്, പറയുകയാ, ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? അപ്പോൾ മാറമ്പള്ളി. മാറമ്പള്ളി കൊള്ളാം. അടി കൊള്ളുന്നത് ചെണ്ട, മണം വാങ്ങുന്നത് മാരാര്. തൊണ്ട പൊട്ടി വയത് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്ക് കാപ്പി. ഉസ്താദിന് പച്ചവെള്ളം, നിങ്ങൾക്ക് കാപ്പിയില്ല. അല്ലാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൂടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10:30 നിർത്തിക്കൂടെ? എത്തട്ടെ? ഇതാപ്പാ, ഇനി വായിച്ചാ മതിയോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10:30 ഒരു ഇത്തിരി വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന്. വാക്ക് 10:30 നിർത്താന്ന് പറഞ്ഞാൽ നിർത്തണം. ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരിലാ വാപ്പാനെ ഉമ്മാനെ അള്ളാഹ് അടിച്ചിറക്കി വിട്ടത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ ഹവ്വാ ബിവി, രണ്ടുപേരെയും സ്വർഗത്തിൽ കയറ്റി വിട്ടപ്പോ അള്ളാഹ് പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖ്റബ ഹാദിഹി ഷജറ. അതുകൊണ്ട് ആ കാണുന്ന ഒരൊറ്റ മരം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പോയേക്കല്ലേ? ഇല്ല, അള്ളാഹ് പോവില്ല. പോയി ഊടുതുണി പോലും കൊടുക്കാതെ ഇറക്കി വിട്ട് കളഞ്ഞു. അവിടെ ചെറുപ്പ് സ്വർഗത്തിൽ നിന്ന് വസ്ത്രം പോലും കൊടുക്കാതെ അടിച്ചിറക്കി വിട്ടത് ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേര്. അപ്പൊ 10:30 നിർത്താന്ന് പറഞ്ഞാൽ 11:30 ഇല്ലേ? നിർത്താന്ന് പറഞ്ഞാൽ നിർത്തണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.